Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon, afternoon, ma'am. ma'am. Good afternoon. Okay, നിങ്ങൾ prayer ഒക്കെ ചെയ്തിരുന്നോ? No, ma'am. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാ prayer? Okay, ma'am. Prayer. Dear God, thank you for this bright and joyful afternoon. Thank you for our loving teacher and our sweet friends. Fill our hearts with kindness, patience, and happiness. Help us learn new things and help one another with care. Bless our classroom with peace, love, and smiles all day. Thank you. Sign in. On behalf of all the students, it is my privilege to extend a very special welcome to our ma'am. We are thrilled to have you as our guide in this virtual learning space. We are eager to learn from your expertise and are confident that you will inspire and challenge us to reach our full potential in this new online format. Thank you, ma'am. Once again, I welcome ma'am and my dear friends. Thoughts of the day. Time is like a river. You cannot touch the same water twice because the flow that has passed will never pass again. Enjoy every moment of your life. Thank you. Okay, നമ്മള് കണ്ടിട്ട് കുറെ നാളായില്ലേ? Yes, ma'am. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് അദ്ദേഹം അത് ചൈൽഡ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു കുട്ടി ജനിക്കുന്ന തുടങ്ങി മരണം വരെ ഉള്ള ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിനെ 5 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ നോ? Yes, ma'am. അപ്പൊ ശരിക്കും ഡോക്ടർ മറിയ മോണ്ടിസോറി വളരെ ടൈം എടുത്ത് കുറെ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് എല്ലാം സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് കുറെ എക്സസൈസസ്, എക്സ്പീരിയൻസസ് അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷമാണ്, അത്രയും സയന്റിഫിക്കലി അവർ അനലൈസ് ചെയ്തതിന് ശേഷമാണ് മോണ്ടിസോറി മെത്തേഡ് എന്നുള്ള ഈ ഒരു ടൂള്, നമ്മളിപ്പോ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൂള് ഡിസൈൻ ചെയ്തത്. പെട്ടെന്ന് അവര് ഇങ്ങനെ ചെയ്യണം അങ്ങനെ രീതിയിൽ വന്നതല്ല. അപ്പൊ അതൊരു ഇന്നത്തെ പോലെ ടെക്നോളജി ഒട്ടും തന്നെ ഡെവലപ്പ് ആകാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരത് ചെയ്തത്. ഒരു 19-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു സമയത്ത് 2 വേൾഡ് വാറും അവര് ഫേസ് ചെയ്തു. അതിന്റെ ഒരു റിഫ്ലക്ഷൻസ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കി, ആളുകൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം മുഴുവനും സ്നേഹം കൊണ്ട് നിറയ്ക്കും, ഒരു പീസ് ആൻഡ് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവരത് ചെയ്തത്. നെഫ്ല എന്തെങ്കിലും പറയാനുണ്ടോ? ഓഡിയോ ഓൺ ആയതുകൊണ്ട് ചോദിച്ചതാണേ. ഓക്കെ, താങ്ക് യു. അപ്പൊ കാരണം വേറൊരു ശബ്ദം വരുമ്പോ എല്ലാരും പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പറയാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കാം, നോ പ്രോബ്ലം. ഇറ്റ്സ് യുവർ പ്ലാറ്റ്ഫോം, നിങ്ങളാണ് സംസാരിക്കേണ്ടത്. ഞാനിങ്ങനെ സൈഡിലൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അത്രയും സുഖമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവർ ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ അവരന്ന് അവരെ ഹെൽപ്പ് ചെയ്ത മെയിൻ ആയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അനാലിസിസ് നടത്തിയ മെയിൻ 4 സൈക്കോ അനാലിസ്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ജീൻ പിയാജെ ഓൾറെഡി നിങ്ങൾക്ക് മിൽട്രോസ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലെ? 5 സ്റ്റേജും മനസ്സിലായല്ലോ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒബ്സർവേഷനും അദ്ദേഹത്തിനെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തു. അപ്പൊ നമ്മൾ പറയുകയും ചെയ്തു, അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു, അത് വായിച്ചിട്ട് എനിക്ക് തന്നെ ഡൈജസ്റ്റ് ചെയ്യില്ല. ഒരു സാധാരണ ഒരു മൂലക്കിരിക്കുന്ന ഞാൻ തന്നെ എനിക്ക് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ അവർക്ക് പല പല റീസൺസ് ഉണ്ടായിരിക്കാം ഫ്രോയിഡിന്റെ ആ ഒരു അനാലിസിസിന് എഗെയിൻസ്റ്റ് ആയിട്ട്. പക്ഷെ ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് അറിയപ്പെടുന്നതാണ്
ആ ഒരു ഫൗണ്ടർ എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹം, സിഗ്മണ്ട് ഫ്രോയിഡ്. സൈക്കോളജി പഠിക്കുന്ന ഏതൊരു കുട്ടിയും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്സ് ആണ് അവർ റെഫർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോളജിയുടെ കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ മകളും അതുപോലെ തന്നെ അന്ന ഫ്രോയിഡ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് ഒരു മെന്റൽ മെക്കാനിസം പഠിക്കും സൈക്കോളജിയിൽ. അപ്പൊ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പൊ അതില് സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൾ അന്ന ഫ്രോയിഡിന്റെയും ഒബ്സർവേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ. നമുക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ തന്നെ ആ ഡിഫൻസ് മെക്കാനിസം നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഭയങ്കരമായിട്ട് വഴക്ക് നടക്കുന്ന ചില സിറ്റുവേഷനിൽ നമുക്ക് അതിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല, ഐ ഡോണ്ട് വാണ്ട് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യില്ലേ. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെന്റൽ മെക്കാനിസം ഓർ ഡിഫൻസ് മെക്കാനിസം. നമ്മൾ ഡിഫെൻഡ് ചെയ്യാണ്, നമ്മുടെ മൈൻഡ് അങ്ങ് ഡിഫെൻഡ് ചെയ്യാം. വെറുതെ അതിൽ പെട്ട് ഞാൻ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ എന്ന ടൈപ്പ് ഓഫ് തോട്ട് വിത്ഡ്രോവൽ. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സംഭവമാണെങ്കിൽ ആ ഒരു വിത്ഡ്രോവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോസിറ്റീവ് സിമ്പിൾ അല്ലെ. അതേസമയം നമ്മൾ ഇടപെടേണ്ടതായ ചില സാഹചര്യങ്ങൾ വരും, അതിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത് ദാറ്റ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ദാറ്റ്സ് നോട്ട് ഡൺ. നമ്മൾ ഇടപെട്ട് അവിടെ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഒരിക്കലും അവിടെ നമ്മൾ ഡിഫെൻഡ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറുന്നത്, നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അതൊരു ചൈൽഡിഷ് വേയില് എനിക്കതൊന്നും പറ്റില്ല. ഇപ്പൊ ക്ലാസ് റൂമുകളിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പലരും പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവരാണ്. നിങ്ങളുടെ എല്ലാം പ്രൊഫൈൽ നെയിമും പ്രൊഫൈൽ പിക്കും മാത്രമേ നമുക്കറിയുള്ളൂ. അല്പം ചില സാഹചര്യങ്ങളിൽ പലരും വീഡിയോ ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ ഇതുപോലെ പരസ്പരം അറിയില്ല, പക്ഷെ ക്ലാസ്സിൽ വന്ന് പരിചയപ്പെട്ടവരായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഗ്രൂപ്പിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ നമ്മൾ നോക്കൂല്ലേ. അതിനെ കൂടുതൽ വഷളാകരുതെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിക്കും. എത്രയും പെട്ടെന്ന് അതിനെ സോൾവ് ചെയ്യാം, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ ഫേസ് ചെയ്ത് അതിനെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം അത് അങ്ങനെ അവിടെ അന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ കാര്യമില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ അവിടെ പറയേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറുന്നതിനെയാണ് വിത്ഡ്രോവൽ. അതൊരു റൈറ്റ് വേയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, പിന്നെ സംടൈംസ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് ശരിയായില്ലെങ്കിൽ നമ്മൾ സ്വയം ആശ്വസിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഞാൻ അന്ന് മറ്റത് ചെയ്തപ്പോ അത് ശരിയായി ഇന്ന് നമ്മുടെ നമ്മൾ ഡൗൺ ആയതിനെ നമ്മൾ ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു നമ്മളുടെ പോസിറ്റീവിലേക്ക് നമ്മളൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു, നമ്മളൊന്ന് ഡിസ്പ്ലേസ്ഡ് ആകുന്നു അല്ലെ. വേറൊന്നിലേക്ക് നമ്മൾ ഓർക്കുന്നു, അന്ന് ഞാൻ അത് ചെയ്തപ്പോ ശരിയായി, സോ ഐ എം ഗുഡ്, ഞാൻ അങ്ങനെ കുറവുള്ള ആളൊന്നുമല്ല, ഐ എം ഗുഡ്. ഇറ്റ്സ് എ ഗുഡ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, അത് നല്ലൊരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. അങ്ങനെ പല ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളതിൽ ചിലത് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ വെറൈറ്റി ഓഫ് ഡിഫൻസ് മെക്കാനിസം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം റിലേറ്റഡ് വിത്ത് സൈക്കോളജിയാണ്. അപ്പൊ ഞാൻ സിഗ്മണ്ട് ഫ്രോയിഡിനെയും അന്ന ഫ്രോയിഡിനെയും പറഞ്ഞപ്പോൾ അവർ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് അവരുടെ കുറച്ച് ഒബ്സർവേഷൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ ഒപ്പം ഞാൻ അതൊന്ന് പറഞ്ഞു തരും. Okay, so Piaget is already over and Sigmund Freud നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്നൊന്ന് ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ അങ്ങ് പറഞ്ഞു പോകാന്ന് വിചാരിച്ച് ഞാൻ ഇത്തിരി സ്പീഡായി പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞു, എന്നോട് തുറന്നു പറഞ്ഞു മനസ്സിലായില്ല മാം, സ്പീഡ് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് എന്തെങ്കിലും പറയണോ? അദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസ് മീൻസ് ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്ത 5 സ്റ്റേജസ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാലോ. പിയാജെ മാം നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അബൌട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, റൈറ്റ്? അത് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തേ ആക്ച്വലി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? നിങ്ങൾ പല ടൈപ്പ് ഡെവലപ്മെന്റ് പഠിച്ചു. ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യോ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ്. എന്താ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? കുഞ്ഞുങ്ങളുടെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയല്ലേ?
ബുദ്ധിപരമായ വളർച്ച. അതെ, ബുദ്ധിപരമായ വളർച്ച. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒന്ന് ലോ ആവുകയാണെങ്കിൽ ബാക്കി ഡെവലപ്മെന്റുകളെ അത് ബാധിക്കും. Yes, ma'am. ഡെഫിനറ്റ്ലി. സോ പ്രൈം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തന്നെയാണ്. സംസാരത്തെ ബാധിക്കും. ദാറ്റ് മീൻസ് ലാംഗ്വേജ്, മൂവ്മെന്റിൽ വ്യത്യാസം ഉണ്ടാവും. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യലൈസ് ചെയ്യാനായിട്ട് കുട്ടികൾ മാറി നിൽക്കും, അവരൊന്ന് ഉൾവരിഞ്ഞ് നിൽക്കും. സോഷ്യോ ഡെവലപ്മെന്റ്, അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. ഇമോഷണൽ ഡെവലപ്മെന്റ്. ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ലോ ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ കുട്ടിയുടെ ബാക്കി എല്ലാ ഡെവലപ്മെന്റുകളിലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കറക്റ്റ് പോകുമ്പോഴാണ് ഒരു കുട്ടിയുടെ ബാക്കിയുള്ള ഡെവലപ്മെന്റുകളെല്ലാം നേരായ രീതിയിൽ പോകും. അറിയാം, സ്പെഷ്യൽ നീഡ്സ്, സ്പെഷ്യൽ കിഡ്സ് അല്ലെ, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ലോ ആകുന്നു, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളത്. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവരുടെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാവും. അവർ സാധാരണ കുട്ടികൾ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ലാംഗ്വേജ്. നമുക്ക് ചില സമയത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ മൂവ്മെന്റ്സിൽ വ്യത്യാസം ഉണ്ടാവും. അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അവർ സോഷ്യലൈസ് ചെയ്യുന്നില്ല. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പിയർ ഗ്രൂപ്പുമായിട്ട് മേർജ് ആവില്ല. കൂടുതലും കണ്ടിരിക്കുന്നത് അവരേക്കാൾ പ്രായമുള്ള, പ്രത്യേകിച്ചും അമ്മമാര്, ആ ഒരു ഏജ്, അമ്മൂമ്മമാര് ആ ഒരു ഏജിലുള്ളവരുമായിട്ടേ അവർ കംഫർട്ടബിൾ ആവുള്ളൂ. അവരൊരിക്കലും ഏത് ഏജ് ചെന്നാലും അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ആകാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ശരിയായില്ലെങ്കിൽ ബാക്കിയുള്ള ഡെവലപ്മെന്റുകളിലെല്ലാം അതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അവരുടെ മൂവ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അവർ സംസാരിക്കുന്നതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അവര് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അതായത് അവരുടെ ഏജും അവര് കാണിക്കുന്ന രീതികളും തമ്മിൽ എൻറ്റയർലി നല്ലൊരു അകലം ഫീൽ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ചിലപ്പോൾ 6 വയസ്സുള്ളൊരു കുട്ടിയായിരിക്കാം, പക്ഷെ അതൊരു 2 വയസ്സുകാരന്റെ രീതികൾ പോലുമല്ല അവൻ കാണിക്കുന്നത്. അതിലും താഴെയുള്ള കുട്ടിയുടെ രീതിയാണെങ്കിൽ നമുക്ക് പറയാം ക്രോണോളജിക്കലി അവന്റെ ഏജ് 6 വയസ്സാണ്, പക്ഷെ മെന്റൽ ഏജ് അപ്പോഴും 2 വയസ്സിന് താഴെയാണ്. അപ്പൊ അവിടെ ഒരു ഇന്റർവെൻഷൻ നടന്നില്ലെങ്കിൽ അവൻ ബുദ്ധിമുട്ടാകും. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്നറിയില്ല, നമ്മുടെ 11th ബാച്ചിൽ ഒരു ശ്രീലക്ഷ്മി ഉണ്ട്. ശ്രീലക്ഷ്മി ഒരു യൂട്യൂബ് ബ്ലോഗറാണ്. കൂടുതലും ശ്രീലക്ഷ്മി ഫുഡ്, വെജിറ്റേറിയൻ ഫുഡ് ആണ്. ഞാൻ ശ്രീലക്ഷ്മി കോഴ്സിന് ജോയിൻ ആവുന്നതിന് മുമ്പ് ശ്രീലക്ഷ്മിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മോസ്റ്റ്ലി മിക്കവാറും ശ്രീലക്ഷ്മിയുടെ മിക്ക റെസിപ്പീസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെജാണ്, വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഈ ശ്രീലക്ഷ്മി ഒരു ദിവസം ക്ലാസ് നമ്മുടെ ഇതിന് ജോയിൻ ആയിട്ടോ. അപ്പൊ എനിക്ക് ശബ്ദം ഭയങ്കര പരിചയം, വീഡിയോ കാണുന്നില്ല കേട്ടോ. പെട്ടെന്ന് വീഡിയോ ശ്രീലക്ഷ്മി കുറെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് കുറെ സാധനങ്ങൾ ഉണ്ടാക്കി അതൊന്ന് ക്ലാസ്സിൽ കാണിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് ഇത് യൂട്യൂബർ ശ്രീലക്ഷ്മി എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചും സൈക്കോളജിയുടെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ എടുത്ത സമയത്ത് ശ്രീലക്ഷ്മി ഷെയർ ചെയ്ത ഒരു കാര്യമായിരുന്നു. അതായത് ശ്രീലക്ഷ്മിയുടെ വീടിനടുത്ത് പരിചയമുള്ള ഒരു ഫാമിലി അവരുടെ ഒരു മോളെ ട്യൂഷനായിട്ട് ശ്രീലക്ഷ്മിയുടെ അടുത്ത് കൊണ്ടുവന്നു. ആ കുട്ടി 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും മറ്റോ പഠിക്കുകയാണ്, പെൺകുട്ടിയാണ്. ആ കുട്ടി ഇനി ചേർക്കാൻ ആ നാട്ടിലെ ട്യൂഷൻ ക്ലാസ് വേറൊന്നുമില്ലാന്ന്, എല്ലാ പ്രമുഖ ട്യൂഷൻ ക്ലാസ്സിലും ചേർത്തു. അവിടെ നിന്നൊക്കെ അവര് പറ്റില്ല എന്നും പറഞ്ഞു വിട്ടു. കാരണം കുട്ടി പഠിക്കുന്നില്ല, നേരായ രീതിയിൽ എഴുതുന്നില്ല. CBSE സ്കൂളാണ്. സ്കൂളിൽ നിന്നും കംപ്ലൈന്റ് ആയിട്ടാണ് ടീച്ചേഴ്സ് പാരന്റ്സിന്റെ അടുത്ത് പറയുന്നത്. പാരന്റ്സ് കുട്ടിയെ പണിഷ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ. പക്ഷെ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, എഴുതുന്നു. ശ്രീലക്ഷ്മി പറയുകയാണ്, ആദ്യത്തെ ദിവസം വന്നപ്പോ ശ്രീലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്ന്. കാരണം എന്ത് എഴുതാൻ പറഞ്ഞിട്ടും വായിക്കാൻ പറഞ്ഞിട്ടും ഒന്നും കുട്ടി വായിക്കുന്നില്ല. ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പോ ഈ കുട്ടി പരിചയം ഉണ്ടല്ലോ, പേഴ്സണലി അറിയാം. കുട്ടി ശ്രീലക്ഷ്മിയോട് പറഞ്ഞു, 6ലോ 7ലോ പഠിക്കുന്ന കുട്ടിയാണ്, ചേച്ചിയും കൂടെ എന്നെ ട്യൂഷൻ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പാരന്റ്സ് എന്നെ വെച്ചേക്കില്ല, അപ്പൊ അതിലും നല്ലത് ഞാൻ പോയിട്ടങ്ങ് സൂയിസൈഡ് ചെയ്യുന്നതാണ്. കേട്ടപ്പോ ശ്രീലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായി. ശ്രീലക്ഷ്മി വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് ആ കുട്ടിയുടെ പ്രശ്നം ഒന്ന് എന്താന്ന് മനസ്സിലാക്കിയപ്പോ ശ്രീലക്ഷ്മിക്ക് മനസ്സിലായി കുട്ടിക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അതായത് ആ ഏജിലുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ശ്രീലക്ഷ്മിക്ക് അത് മനസ്സിലായി, ആ ഒരു ഏജിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അപ്പൊ ശ്രീലക്ഷ്മി വേഗം പാരന്റ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളുടെ പ്രശ്നമല്ല അവള് മനഃപൂർവ്വം പഠിക്കാത്തതല്ല, ഇങ്ങനൊരു പ്രോബ്ലം ഞാൻ കാണുന്നുണ്ട്, നമുക്കത് ശരിയാക്കാം എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മിക്ക് പരിചയമുള്ള
ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്തു, ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തു. അവർ കൊണ്ടുപോയി തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പാരലൽ ആയിട്ട് ശ്രീലക്ഷ്മിയുടെ അടുത്ത് ട്യൂഷനും. അങ്ങനെ ആ കുട്ടി എഴുതാനും വായിക്കാനും തുടങ്ങി. അതിപ്പോ ചിലപ്പോ 2ാം ക്ലാസ്സിലെ കുട്ടിയോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടി എഴുതുന്നതോ വായിക്കുന്നതോ പോലെ ആയിരിക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ പടിപടിയായിട്ട് ടൈം എടുക്കുമായിരിക്കും. അങ്ങനെ ആ കുട്ടി സെന്റൻസുകൾ വായിക്കാനും എഴുതുവാനും തുടങ്ങി. അപ്പൊ അതൊരു കറക്റ്റ് ഒരാള് അത് കണ്ടുപിടിച്ച് ഒരു ഇന്റർവെൻഷൻ അവിടെ വന്നപ്പോ, മറ്റേത് എന്താ, കുട്ടിയെ പണിഷ് ചെയ്യുന്നു, സ്കൂളിൽ നിന്നും സപ്പോർട്ട് ഇല്ല, ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് കൊണ്ടെത്തിച്ചെടുത്തും ഒന്നുമില്ല. പക്ഷെ കറക്റ്റ് ഒരു വ്യക്തിയുടെ കയ്യിൽ എത്തിയപ്പോഴാണ് ഇത്. ശ്രീലക്ഷ്മി എനിക്കും ആദ്യം ഭയങ്കര ദേഷ്യം വന്നു. കാരണം അപ്പൊ അതൊന്ന് ഊഹിക്കണം, ശ്രീലക്ഷ്മിക്ക് അപ്പൊ ദേഷ്യം വരണമെങ്കിൽ കുട്ടിയുടെ ആ ഒരു ലെവൽ എന്തായിരുന്നു എന്നുള്ളത്. കുട്ടിയുടെ പ്രശ്നമായിരുന്നില്ല, കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ എന്തോ ഒരു ഡിഫോർമേഷൻ സംഭവിച്ചു. അത് കറക്റ്റ് ടൈമിൽ അന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. ഇപ്പൊ അത്രയും ക്ലാസ്സിൽ എത്തിയില്ലേ. അപ്പൊ ഇനിയിപ്പം ഡോക്ടറും പറഞ്ഞു പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ തെറാപ്പി ചെയ്ത് അത് ശരിയായി തന്നെ. എന്തായാലും പാരന്റ്സും കുട്ടി ശ്രീലക്ഷ്മി ഇപ്പൊ വളരെ ഹാപ്പിയാണ്. കേട്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. കാരണം നമുക്ക് ഇതുപോലെ ഉണ്ടാവും പലയിടത്തും, നമുക്ക് അറിയില്ലല്ലോ. അതാ. ഓക്കെ, അപ്പോ നമുക്കിനി എറിക്സന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് നിങ്ങൾ ക്ലാസ്സിൽ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ടീച്ചേഴ്സ് ആരെങ്കിലും? മാം പറഞ്ഞായിരുന്നല്ലോ എറിക്സന്റെ ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നോ? ചുമ്മാ ജസ്റ്റ് ജനറലി പറഞ്ഞതാണോ? യെസ് മാം. ആദ്യമേ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോവായിരുന്നു. അത് കഴിഞ്ഞപ്പോ എല്ലാരും മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോ മാം ഒന്നുകൂടെ പറഞ്ഞായിരുന്നു. അത് ഞാൻ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ പറഞ്ഞത്? അതിന് മുന്നേ എറിക്സന്റെയും കൂടെ പറഞ്ഞിട്ടായിരുന്നു. ആണോ? ഓക്കെ, നോ പ്രോബ്ലം. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അതായിരുന്നു എറിക്സന്റെ രീതി. എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. അത് ഞാൻ പറഞ്ഞിരുന്നു. ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് അതൊക്കെ പറഞ്ഞിരുന്നോ? ഓരോ ഏജിലും 8 സ്റ്റേജ് ആയിട്ടാണ് അത്. സ്റ്റേജസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നമ്മൾ കൂടുതൽ റിലേറ്റ് ചെയ്യോ, നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. എറിക്സന്റെ സൈക്കോ സോഷ്യൽ, ഓരോരുത്തരും ആ ഡെവലപ്മെന്റ് സ്റ്റേജസിന് കൊടുത്ത പേര് അതൊന്ന് ഓർത്തു വെച്ചോളൂ. സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞത്. പിയാജെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 4 സ്റ്റേജ് ആയിട്ടാണ് പിയാജെ ഡിവൈഡ് ചെയ്തത്. സിഗ്മണ്ട് ഫ്രോയിഡ് അതിനെ 5 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡെത്ത് വരെയുള്ളത്, ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ളത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എറിക്സൺ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, എറിക്സന്റെ തിയറി അതായിരുന്നു. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. 8 സ്റ്റേജ് ആണ്. ഓരോന്നും ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയും ഐഡന്റിറ്റിയും ഡെവലപ്പ് ആവുന്നു. അവൻ വളർന്നു വരുംതോറും അവന്റെ പേഴ്സണാലിറ്റിയും ഐഡന്റിറ്റിയും എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് എറിക്സൺ പറയുന്നത്. അപ്പോ ശരിയായ രീതിയിലുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റും, ശരിയല്ലാത്തൊരു എൻവയോൺമെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട്, ഇങ്ങോട്ടായിട്ട് കിട്ടുമോ, ഇങ്ങോട്ടായിട്ട് ഞാൻ തരില്ല, ഇങ്ങോട്ടായിട്ട് നിങ്ങൾ എഴുതണം. ഞാനൊരു നോട്ട് തന്നു കഴിഞ്ഞാൽ അത് എന്റെ ചിന്തയാണ്. നിങ്ങളാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ ചിന്തയാണ് വരുന്നത്. അത് ലൈഫ് ലോങ് നമ്മുടെ ഉള്ളിലുണ്ടാവും. വേറൊരാൾ തന്ന നോട്ട് പഠിച്ചാൽ നിങ്ങൾ അത് ആ സമയത്തേ ഉണ്ടാവുള്ളൂ. നമ്മളായിട്ട് എഴുതുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ തലയിൽ അത് ഉണ്ടാവും. നമുക്ക് ആർക്കെങ്കിലും പകർന്നു കൊടുക്കാനും കോൺഫിഡൻസ് ആയിരിക്കും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ഓൾ വി ആർ ടീച്ചേഴ്സ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വേണ്ടേ? ഓക്കെ, സോ അപ്പൊ എറിക്സൺ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻഫാൻസി, അതായത് ഫ്രം ബർത്ത് ടു 18 months, 1.5 വയസ്സ് അല്ലെ. 18 months എന്ന് പറയുമ്പോൾ ജനിച്ച സമയം തുടങ്ങിയിട്ട് 1.5 വയസ്സ് വരെയുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അപ്പോ ആ ഒരു സമയത്ത് കുട്ടി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന ആരോടാണ്? അമ്മയോട്. അല്ലെ? നമുക്ക് ജനറലി ഒന്ന് പറയാം, കെയർ ഗീവർ എന്ന് പറയാം അല്ലെ. ചിലപ്പോ ചില കേസസിൽ അമ്മ ഇല്ലാത്തതാണ്,
മിസ് ഇപ്പൊ എടുക്കുന്ന പേജ് നമ്പർ ഒന്ന് പറയാവോ? മഞ്ജു, ഞാൻ നമ്മളുടെ PDF-നെ ഏതെങ്കിലും ഒരു പേജ് അല്ല ശരിക്കും പറയുന്നത്. നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റും സൈക്കോളജിയും നല്ലപോലെ മനസ്സിലാകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രധാനപ്പെട്ട 4 സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻ അറിയണം. അതിൽ ഒരാളുടെ കാര്യം മിൽറോസ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ജീൻ പിയാജെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പറഞ്ഞു. മൂന്നാമത്തെ ആളായ എറിക്സന്റെ തിയറിയെ കുറിച്ചാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ലിങ്ക് തന്നിരുന്നോ? യെസ് മാം, അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടു. ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പേഴ്സണൽ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്യൂ. അപ്പൊ അത് ഞാൻ പറയുകയാണ്, കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാകും. ഈവൻ മറിയാ മോണ്ടിസോറിക്കും ഞാനിപ്പോ ടെസ്റ്റ് നോക്കിയപ്പോ കാണാനുള്ള അതാ ചോദിച്ചത്, എവിടെയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എടുത്തതിന്റെ കണ്ടിന്യൂഷൻ കാണാനില്ലേ മിസ്സിന്റെ? അതാ ഞാൻ ഇപ്പൊ എവിടെയാ എടുക്കണെന്ന് ഒരു പിടിയും കിട്ടണില്ല. ടെസ്റ്റിലുണ്ടാന്നറിയാൻ ചോദിച്ചാണ്. ഓക്കെ. ശരി മിസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളുടെ ഇൻഫാൻസി ആ ഒരു ടൈമില്, അതായത് ബേർത്ത് തുടങ്ങിയിട്ട് 1.5 വയസ്സ് വരെ നമ്മൾ പറഞ്ഞു. ചിലപ്പോ അമ്മമാരായിരിക്കാം, ചിലപ്പോ കെയർ ഗീവേഴ്സ്, ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, ചിലപ്പോ അമ്മ ജോലിക്ക് പോവോ അല്ലെങ്കിൽ അമ്മ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ കുട്ടിയെ നോക്കാൻ ഒരാളെ ഏർപ്പാടാക്കും, എന്തെങ്കിലും അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് കെയർ ഗീവർ എന്ന് ജനറലി പറയും. ഇവരുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് മനുഷ്യക്കുട്ടികളുടെ കാര്യം അറിയാം. ജനിച്ച ഉടനെ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. എന്തിന്? തല പോലും ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ കുറെ നാളുകൾ ആ തലയിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം. കുറെ കഴിയുമ്പോഴാണ് ആ തലയൊന്ന് ഉറച്ചു എന്നൊക്കെ നമ്മൾ പറയണേ അല്ലെ. ഈവൻ നോട്ടം തന്നെ ശരിയാവില്ല. കുറെ കഴിയുമ്പോഴാണ് കറക്റ്റ് അവരെ നോക്കാൻ തുടങ്ങുന്നത്. പിന്നെ അവരുടെ സോഷ്യൽ സ്മൈല് വരുന്നത്, നമ്മളെ നോക്കി ചിരിക്കുന്നത്. അല്ലാത്ത ചിരിയൊക്കെ ഉറക്കത്തിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. സോഷ്യൽ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊക്കെ അവരുടെ വളർച്ചയുടെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. പഴയ ആൾക്കാരിങ്ങനെ പറയാം, കമഴ്ന്ന് 3 മാസം ആവുമ്പോൾ കുട്ടികൾ കമഴും, അങ്ങനെ ഓരോരോ ഏജിൽ ഓരോന്ന് പറയും അല്ലെ. ആ ഒരു സ്റ്റേജിൽ അവര് ഡിപ്പെൻഡന്റ് ആണ്. അവരെ കുളിപ്പിക്കണമെങ്കിൽ ആള് വേണം, ഡ്രസ്സ് ചെയ്യിക്കണമെങ്കിൽ ആള് വേണം, അവരെ ക്ലീൻ ചെയ്യാൻ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യും, മോഷൻ പോവും, ക്ലീൻ ചെയ്യാൻ ആള് വേണം, അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ആള് വേണം. അപ്പൊ അങ്ങനെ അവരെ കെയർ ചെയ്യുന്നവരുമായിട്ട് അവർ ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് വരും. ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതായത് ഒരു ട്രസ്റ്റ് ആണ് അവരുമായിട്ട് ബിൽഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അവരുടെ കെയർ ഗീവറുമായിട്ട് അവരൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അവരെ കൂടുതലും സമയം അവരെന്താ, ഒന്നുമില്ലെങ്കിൽ ഫീഡ് ചെയ്യും. എണീറ്റിരിക്കുമ്പോഴൊക്കെ പാൽ കുടിക്കുക, ബാക്കി സമയത്ത് ഉറങ്ങുക. ഈ ഒരു അവരുടെ ബോധത്തോടെ ഇരിക്കുമ്പോൾ നടക്കുന്ന ഒരേ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫീഡിങ് ആണ് അല്ലെ. അപ്പൊ അത് കൊടുക്കുന്ന ആളോട് ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആയിരിക്കും. അയാളുടെ ശബ്ദം അപ്പുറത്ത് എവിടെയെങ്കിലും കേട്ടാൽ തന്നെ ഇവര് ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കും. ഇങ്ങനെയൊക്കെ. അപ്പൊ അതാണ് എറിക്സന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. കെയർ ഗീവറുമായിട്ട് ഇതിന് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവോ? ഇപ്പൊ നമുക്ക് ഇതിലുള്ളതല്ലല്ലോ, സിലബസ് എന്നല്ലല്ലോ മിസ് ഇപ്പൊ എടുക്കണേ. സിലബസിലുള്ളതല്ല, പക്ഷെ എന്നാലും ചിലപ്പം ഇങ്ങനെ ഓരോ സ്റ്റേജിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു ഏജ് പീരീഡ് ചോദിക്കുന്നത്. ഇപ്പൊ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാറില്ല. വേറൊന്നുമല്ല, അതൊരു ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എല്ലാ കുട്ടികളിലും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ആ ഒരു അത് ആര് പോസ്റ്റുലേറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പേരൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? അത് ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾക്ക് പിടികിട്ടും. ആ രീതിയിൽ അതിന് കൺഫ്യൂസ്ഡ് ആയിട്ടൊന്നും, കാരണം നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ ഉണ്ടോ എന്ന് അറിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാതെ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ. ഈ 10th എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന കാണാം. അതായത് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികൾക്ക് ചില ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ ഞാൻ ആലോചിക്കും, ഇങ്ങനെ എന്തിനാ ക്വസ്റ്റ്യൻ ഇടുന്നത്? ആ കുട്ടികൾക്ക് ആ കൺസെപ്റ്റ് കിട്ടിയോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പോരെ. ഇത് ക്വസ്റ്റ്യൻ എഴുതുന്ന ആളുടെ ബുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. അതുകൊണ്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്ക് പേടിക്കണ്ട, അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾക്ക് ആ കൺസെപ്റ്റ് കിട്ടിയോ? ഒരു കുട്ടിയുടെ വളർച്ച ഡെവലപ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഇതിലൂടെ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ടല്ലോ, അത് നിങ്ങളിൽ വന്നോ എന്നുള്ളത് മാത്രം കേട്ടോ. ടെൻഷൻ വേണ്ട.
ഓക്കെ, അപ്പൊ അങ്ങനെ ആ കെയർ ഗീവറുമായിട്ടൊരു ടെസ്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ ആ ഒരു കെയർ അഫക്ഷൻ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോണ്ടിങ് നല്ലപോലെ ഉണ്ടാവും, കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. യെസ്, എനിക്ക് വിശന്നാൽ എനിക്ക് ഫുഡ് തരാൻ ആളുണ്ട്, എന്റെ ഡ്രസ്സ് മാറ്റി തരാൻ ആളുണ്ട്, എന്നെ ഓർക്കാൻ ഒരാളുണ്ട്, അങ്ങനെ ഒരു ട്രസ്റ്റ് വരും. പക്ഷെ അതേസമയം ഈ ഒരു കെയറിങ് ഒക്കെ ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കെയറിങ് ഒക്കെ ആണെങ്കിൽ അത് ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും, നെഗറ്റീവ് ആവും, മിസ്ട്രസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളിൽ ആ ഒരു ഏജിൽ തന്നെ, കാരണം നമുക്കറിയാം ചെറു പ്രായം തുടങ്ങി ഇവരുടെ പേഴ്സണാലിറ്റിയും ഐഡന്റിറ്റിയും ബിൽഡ് ചെയ്യുവാണ്. നമ്മൾ വിചാരിക്കും പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ വലുതായിട്ടായിരിക്കും, പക്ഷെ അല്ല, ചെറുപ്പം തുടങ്ങി ആ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്, തന്നെത്താനെ ബിൽഡ് ചെയ്ത് വരുവാണ്. അതിന്റെ ഫാക്ടേഴ്സ് ആണ് നമ്മളൊക്കെ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അത് ബിൽഡ് ആവുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോഴുള്ള ചില പാരന്റ്സ്, ഇപ്പോഴുള്ളതെന്നല്ല, ചില പാരന്റ്സ് കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഭയങ്കര ശ്രദ്ധ കൊടുക്കും. അല്ലാതെ അവർക്ക് അവരെ കേൾക്കണമെന്നോ അവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നോ അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, അതൊന്നും ചെയ്യില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അവസാനം ഒരു കണക്ക് പറച്ചിലുണ്ടാവും, ഞാൻ എന്തെല്ലാം അവന് പ്രൊവൈഡ് ചെയ്തു, എന്നിട്ടും അവൻ ഇങ്ങനെ ചെയ്തല്ലോ. ദാറ്റ് ടൈപ്പ് ഓഫ് ടോക്ക് ഉണ്ടാവും ചില സമയത്ത്. ഈ അഡോളസൻസ് പ്രായത്തിലുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോഴാട്ടോ അത് കൂടുതൽ മനസ്സിലാകുന്നത്. കുട്ടികള്, ഞാൻ അവരുടെ അടുത്തുനിന്ന് കേട്ട ഒരു പുതിയ വാക്ക്, ഈയിടയ്ക്ക് കേട്ടൊരു വാക്കാണ്, ഞങ്ങൾ ഇമോഷണലി ഓർഫൻസ് ആണ് മിസ്. ഇമോഷണലി ഓർഫൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ വൈകാരികമായി അനാഥരാണെന്ന്. ഞാൻ അങ്ങനെ ഒരു വാക്ക്, കേട്ടിട്ടുണ്ട്. അതായത് ഇമോഷണലി ഓർഫൻസ് ആണെന്ന്, അല്ലെങ്കിൽ ചിക്കുമോള് കേട്ടിട്ടുണ്ട് തോന്നുന്നു. അതായത് ഇവരുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അവരുടെ ചിന്തകൾ, അവർക്കുണ്ടാകുന്ന വികാരങ്ങൾ, അത് മനസ്സിലാകാനും കേൾക്കാനും പാരന്റ്സിന് സമയമില്ല. അത്ര തിരക്കാണല്ലോ എല്ലാവരും. നമ്മൾ സ്കൂളുകളിൽ പൊതുവെ പാരന്റ്സ് മീറ്റിംഗ് വിളിക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്, മിക്കവാറും കുട്ടികളുടെ അമ്മയായിരിക്കും വരുന്നത്. അച്ഛന് സമയമില്ല. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ആദ്യ ചിന്തി, എന്റെ കാര്യത്തിന് അച്ഛന് സമയമില്ല, ആ ഒരു രീതിയിൽ കുട്ടി ചിന്തിക്കും. ഓക്കെ, പിന്നെ അപ്പൊ ഇങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കഴിഞ്ഞ വെനസ്ഡേ ഒരു സ്കൂളിൽ ഫുൾ ഡേ സെഷന്റെ ലാസ്റ്റ് ഒരു 2 hours പാരന്റ്സിനുള്ളത് 2:30. എന്നിട്ട് 2:30 സെഷൻ ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ, 2 hour ഒന്നുമില്ല, 4 o'clock ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 minutes പാരന്റും കുട്ടിയും കൂടെ ഉള്ള ഒരു തെറാപ്പി സെഷൻ ആയിരുന്നു കേട്ടോ. അപ്പം അതിൽ എല്ലാ കുട്ടികളുടെയും പാരന്റ്സ് വന്നില്ല, അത് വേറൊരു കാര്യം. വന്ന പാരന്റ്സ് സെഷൻ, ഞാനായിരുന്നു എന്റെ കോർഡിനേറ്റർ, സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഓടി വന്ന് എന്നോട് പറയാം, അത് എനിക്ക് സമയമൊന്നുമില്ല, എന്റെ ബസ്സിന്റെ ടൈം ഇപ്പൊ തന്നെയാവും, എനിക്ക് പോകണം. ഞാൻ ശരിയുന്നു. ഞാനിത് എന്റെ ഫ്രണ്ട് കല കല്യാണി എന്ന പേര്, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോ തെറാപ്പിസ്റ്റുമാണ്. ഞാനിത് കലോട് ക്ലാസ് തുടങ്ങണതിന് മുമ്പ് പറഞ്ഞു. അപ്പൊ കല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല പറയുക, എങ്ങനെ പാരന്റ്സിന് സമയമില്ലാത്ത കാര്യം പറഞ്ഞപ്പോ കല പറയുമായിരുന്നു, അങ്ങനെ സമയമില്ലാത്ത പാരന്റ്സ് ഒരു കാര്യം ചെയ്താൽ മതി. കല വളരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴേ ഒരു ഓൾഡ് ഏജ് ഹോം ഒക്കെ നോക്കി വെച്ചു. ഞാനിങ്ങനെ പറയുമായിരുന്നു, കാശുള്ളവർക്ക് സീനിയർ സിറ്റിസൺ അപ്പാർട്ട്മെന്റ്, വില്ല എന്നൊക്കെ പറഞ്ഞിട്ടു. അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാവും, കുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാകും, പിന്നെ വാഹന സൗകര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ കാശ് വേണം, എന്നാൽ മാത്രമേ 50 വയസ്സ് കഴിയണം, അതാണ് നമുക്കത് 50-60 വയസ്സെങ്ങാണ്ട് കഴിയണം തോന്നുന്നു, നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോം നോക്കിയോ. കാരണം കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് സമയമില്ല നിങ്ങളെ നോക്കാൻ, നമ്മളെ നോക്കാൻ. ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാരെ ഞാൻ പറയുവാണെങ്കിൽ, നമ്മളിപ്പോ അവർക്ക് സമയം കൊടുക്കണം. കാരണം പിന്നീട് നമ്മൾ വയസ്സാവുമ്പോൾ അവര് നമ്മൾക്ക് സമയം തരും എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, പ്രതീക്ഷിക്കാനും പറ്റില്ല. കാരണം അവരുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏജാണ് ഈ അഡോളസന്റ് പ്രായം. അവർ അഡൾട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ, അവർക്ക് എന്ത് സൊല്യൂഷൻ, എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, ഫേസ് ചെയ്യാൻ പറ്റും, അവര് സോൾവ് ചെയ്യും. അത് അവരുടെ മെച്യൂരിറ്റിയിൽ എത്തുന്ന ടൈമാണ്. അവർക്ക് വേണ്ടത് അതിന് താഴെയുള്ള ഏജിലാണ് നമ്മളെ നല്ല ആവശ്യം. ആ സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ അവരുടെ അഡൾട്ട്ഹുഡ് വളരെ നല്ലതായിരിക്കും, പ്രൊഡക്റ്റീവ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. അവരെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ കേൾക്കുക. അവരെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ അവരെ കേൾക്കുന്നവരെ അന്വേഷിച്ച് അവര് പോകും. അത് പോകുന്നത് വേറെ വല്ല വഴിക്കായിരിക്കും പോകുന്നത്. കാരണം അഡൾട്ട് ആയിട്ടുള്ള ഒരാളുമായിട്ട് കണക്റ്റഡ് ആകാൻ അവര് ഇഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാ. പീർ ഗ്രൂപ്പിനോടും
അവരെക്കാൾ മുതിർന്ന ആളുകള് ചിലപ്പോൾ അവർ റോൾ മോഡൽ ആയിട്ട് എടുക്കുക. ആ മുതിർന്ന ആളുകൾ നമ്മളാകണം, അതിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഈ ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് പറഞ്ഞു. ആ ചെറു പ്രായത്തിൽ, അതായത് 1.5 വയസ്സ്, ഒന്ന് സംസാരിക്കാനോ ഒന്നും ശരിയായ രീതിയിൽ മൂവ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സമയത്ത് കുട്ടിക്ക് ശരിയായ കെയറിങ് കിട്ടാതെ വന്നാൽ ആ ചെറിയ പ്രായം, അവന്റെ ആ ഫൗണ്ടേഷൻ, ആ ബേസിൽ തന്നെ അവിടെ കോൺഫിഡൻസ് ഇല്ലാതാവുന്നു, അവന്റെ പേഴ്സണാലിറ്റി ബ്ലെൻഡ് ആവുന്നു, മുരടിക്കാൻ തുടങ്ങുക. അപ്പോഴേ ഓരോ സ്റ്റേജിലെ നടന്ന കാര്യങ്ങളുടെ റിഫ്ലക്ഷൻസ് ആണ് അടുത്ത സ്റ്റേജിലുള്ള ചവിട്ടുപടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ. അപ്പൊ ഫസ്റ്റ് ആ ഒരു സ്റ്റേജ് നല്ല പ്രോപ്പർ ആയിട്ട് നല്ല കോൺക്രീറ്റ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് വളരെ ഈസി ആയിരിക്കും. അപ്പൊ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഏത് പ്രായമാണ്? ഏർലി ചൈൽഡ്ഹുഡ്, അതായത് 2 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള സമയം അല്ലെ. നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ഏജിലുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഡേ കെയർ നടത്തുന്നവരുണ്ടാവും, അവരുടെ അടുത്ത് വരുന്ന കുട്ടികൾ ഈ ഒരു ഏജ്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എക്സ്പീരിയൻസസ് ഒക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യൂ, നമുക്കപ്പോ കൂടുതൽ മനസ്സിലാകും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ബോറടിക്കും. ഏർലി ചൈൽഡ്ഹുഡ് 2 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെ ഈ ഒരു ടൈമിൽ നടക്കുന്ന പ്രധാന ആക്ടിവിറ്റി എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങൾ അതിലൂടെ ലിങ്കിലൂടെ ഒക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും. Playing. സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും, ഓരോ സാധനങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും, പിടിക്കാനും വെക്കാനും അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സിറ്റുവേഷൻ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അതെ, യെസ്, ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റേജ്, അതായത് ഇൻഫാൻസിയില് കുട്ടി ഡിപ്പെൻഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നും തന്നെ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞല്ലേ. അതായത് ബെഡ് വെറ്റിംഗ് കൂടുതലുള്ള സമയമായിരുന്നു തുടക്കം. ഏർലി ചൈൽഡ്ഹുഡ് 2 to 3 years ആകുമ്പോ അതിനൊരു കൺട്രോൾ വരില്ലേ അല്ലേ? ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ ശീലിപ്പിക്കേണ്ട ടൈം ആകാം. 3 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി സ്കൂളിലേക്ക് പോവാ. അപ്പൊ ഈ ഒരു 2 to 3 years അവരെ ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് കാരണം ചിലപ്പോ എന്റെ മോനൊക്കെ 8 മാസം ആയപ്പോഴേക്കും ഈ കൺട്രോൾ വന്നു. കാരണം വെച്ചാൽ ഈ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ദൂരയാത്രയ്ക്ക് ആകുമ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുള്ളൂ. അവന് ഡയപ്പർ ഇഷ്ടമല്ലാതായി. അപ്പൊ തന്നെ അവൻ ഇൻഡിക്കേഷൻ തരാൻ തുടങ്ങി, അവന് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഞാൻ ഡയപ്പർ അധികം വാങ്ങിച്ചിട്ടില്ല. അതേസമയം മോൾക്ക് എനിക്ക് വേണ്ടി വന്നു അധികം. രണ്ടാമത്തെ കുട്ടിയാവുമ്പോ എന്തെങ്കിലും ഒരു സെൽഫ് സഫീഷ്യന്റ് ആവുകയാണോ മനസ്സിലാവണില്ല. അപ്പൊ അത് അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവണുണ്ടാവുമായിരിക്കും, അതും ഉണ്ടാവാൻ കാര്യം. എനിവേ അവർക്ക് ആ ടോയ്ലറ്റ് കൺട്രോൾ വരിക, രാത്രി ബെഡ് വെറ്റ് ചെയ്യുന്നത്, അതൊക്കെ മാറുക. ഇത് പറഞ്ഞപ്പോഴാന്ന് തോന്നുന്നു സുബിയുടെ മോന്റെ കാര്യം പറഞ്ഞത് അല്ലേ? ആണോ സുബി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറയണ്ടായിരുന്നു. അത് ഞാൻ ഡോക്ടറോട് കണ്ടായിരുന്നു. ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു അത് അവൻ വേറൊരു കുഴപ്പം ഉണ്ടായിട്ടല്ല, പക്ഷെ അവൻ മൊത്തം ഡേയിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് ബോഡി അത്രമാത്രം എക്സോസ്റ്റ് ആകുക. അപ്പൊ പുള്ളിക്കാരൻ രാത്രി ഉറങ്ങുന്ന മുമ്പേ ആ ബ്ലാഡർ അപ്പോഴും വേറൊരു ചിന്തയെ, മീൻസ് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ മൊത്തം ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകണമെന്ന് ആ ഒരു ചിന്തയല്ല, എങ്ങനെയും ഇതൊക്കെ കഴിഞ്ഞു കൂടി അടുത്ത പോകണം. അതുകൊണ്ട് ബ്ലാഡർ മാം പറഞ്ഞ പോലെ ബ്ലാഡർ ഇൻകംപ്ലീറ്റ് ആക്കാതെ പോയി കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ബെഡ് വെറ്റിംഗ് ചെയ്യുന്നത്. പക്ഷെ അത് അന്ന് ഡോക്ടറും ഒത്തിരി കൗൺസിലിംഗ് കൊടുത്തു, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അതിന് പിന്നെ 1-2 പ്രാവശ്യം അങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും സാർ പെട്ടെന്ന് ചാടി എണീറ്റു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്താൽ ഇഞ്ചക്ഷൻ കുത്തുന്നൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പേടിപ്പിച്ചും ചെയ്തു, പറഞ്ഞ് മനസ്സിലാക്കിയും കൊടുത്തു. പക്ഷെ എന്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഇപ്പൊ മാം പറഞ്ഞതുപോലെ ഇളയ മോക്ക് ഡൈപ്പർ കൂടുതലായിരുന്നു വേണ്ടിയിട്ട്, മൂത്ത മോൾക്ക് കുറച്ചാ. പക്ഷെ എനിക്ക് ഇപ്പം 3 പിള്ളേർക്കും അങ്ങനെ ഡൈപ്പർ ഞാൻ യൂസ് ചെയ്യാൻ എന്റെ മദറിൻലോ സമ്മതിക്കത്തില്ല. അത് ഏറ്റവും ഇളയതിന് ഒട്ടും യൂസ് ചെയ്തിട്ടില്ല, ബിക്കോസ് അവർക്ക് ഡൈപ്പർ അലർജി ആയിരുന്നു. ഡൈപ്പർ ഇടുമ്പോൾ അവൾ മൂത്രം ഒഴിക്കത്തില്ലായിരുന്നു. അതുപോലെ ഈ മൂത്ത 2 പേരും ഉള്ളത് കൊണ്ട് അവൾ എപ്പം നോക്കുമ്പോൾ ചേട്ടന്മാര് മൂത്രം ഒഴിക്കണമെന്ന് ഷൂ വെക്കണമെന്ന് പറയുന്നതുകൊണ്ട് അവളും കുഞ്ഞു പ്രായം തൊട്ട് അങ്ങനെ ഷൂ വെക്കണം എന്ന് പറഞ്ഞ് ഷൂ മാത്രം പറയും. അപ്പൊ അതിന്റെ ആവശ്യം വന്നിട്ടില്ല.
ഓക്കെ, എന്നാലും മോനെ പേടിപ്പിക്കണ്ടായിരുന്നു, അത് കേട്ടപ്പോ എനിക്ക് വിഷമം. പേടിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാനേരോ മീൻസ് അതൊരു സ്ഥിരമായിട്ട് ആ ഡോക്ടറെ തന്നെ പിള്ളേരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ഈ 3 പിള്ളേരുടെ എല്ലാ ഹിസ്റ്ററി അറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യില്ല, ബിക്കോസ് 7 വയസ്സായില്ലേ, അപ്പം മമ്മിക്ക് എവിടെയെങ്കിലും പോയാൽ നാണംകേടാകും, പിന്നെ മമ്മി എല്ലാരും ഷെയിം പറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ആ സമയത്തിൽ എന്നെ വെളിയിൽ ഇറക്കി ഡോക്ടറും മോനും മാത്രമായിട്ട് സംസാരിച്ചു. ബിക്കോസ് ചിലപ്പോ എന്റെ മുമ്പ് പറയുമ്പോൾ അവൻ എന്തോ വിചാരിക്കുന്ന, അവനൊരു ഷൈനസ് ഉണ്ടായിരിക്കും. ഇതോ കുഞ്ഞു കുട്ടിയാണെന്ന് പറഞ്ഞാലും എല്ലാ പിള്ളേർക്കും അവരവരായ ഒരു ഇതുണ്ട്, റോൾ മോഡൽ ഉണ്ട്, അവർക്ക് നാണംകേട് വരാൻ പാടില്ലെന്ന്. അങ്ങനെ എന്നിട്ട് മോൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ഡോക്ടറമ്മ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറമ്മ എന്നോട് ഇങ്ങനെ മനസ്സിലാക്കി, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, സോ 2 to 3 years അവിടെ അവരപ്പോ കുറച്ച് ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങുകയാണല്ലേ. അവരുടെ ഒരു ഓട്ടോണമി തന്നെ, അവര് ടോയ്ലറ്റ് യൂസ് ചെയ്യാനൊക്കെ പഠിക്കുന്നു. അവിടെ നമ്മളൊരു അപ്രൈസൽ കൊടുക്കുവാണെങ്കിൽ വെരി ഗുഡ്, യു ഡൺ വെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്രൈസൽ ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് അവിടെ കൂടുവാണ്. അതായത് ഒരു വിൽ, യെസ് ഐ ആം സംതിങ്, ഞാൻ എന്നുള്ള ഒരു ഇത് അവർക്ക് വരുക, അവരുടെ ഒരു വിൽ ഫോം ചെയ്യുക, പേഴ്സണാലിറ്റിയുടെ അടുത്ത ഘട്ടം. ഓക്കെ, അപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്ന ഒരു ഈവെന്റ്. കാരണം അത് നമുക്ക് ആവശ്യമാണ്. കാരണം അടുത്ത ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്കൂൾ ഏജ് ആണ്. കുട്ടി സ്കൂളിലേക്ക് പോവാൻ തുടങ്ങുവാണ്. അപ്പൊ സ്കൂളിൽ വെച്ച് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഷെയിം ആയി പോകും കുട്ടി, അല്ലെ? മറ്റുള്ളവരുടെ മുന്നിൽ, അവന്റെ ഫ്രണ്ട്സിന്റെ മുന്നില്, ടീച്ചേഴ്സിന്റെ മുന്നില്, വീട്ടിലത്തെ ആ ഒരു കംഫർട്ടബിൾ സോൺ അവന് സ്കൂളിലായി വരുന്നേ ഉള്ളൂ. അപ്പോ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് അവനൊരു നാണക്കേട് ഉണ്ടാകുന്ന രീതിയിൽ വരുമ്പോഴേക്ക് അത് ഇതാകും. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് 2 to 3 years അതായിരിക്കണം മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അവര് തന്നെത്താനെ ഒക്കെ ഓരോന്ന്. അപ്പൊ ആ ഒരു ഓട്ടോണമി, യെസ് ഐ ക്യാൻ ഡു ദിസ്, ആ ഒരു ഫീല്. അതേസമയം പ്രോപ്പർ ആയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നില്ല ടോയ്ലറ്റ് ട്രെയിനിങ്ങില്. ഷെയിം ആൻഡ് ഡൗട്ട്, കൺഫ്യൂഷൻസ് ഒക്കെ. ഇതിന്റെ റിഫ്ലക്ഷൻസ് ആണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ വരുന്ന ആ ഒരു പ്രായം, 3 വയസ്സ് തുടങ്ങിയിട്ട് 6 വയസ്സ് വരെ, ആ ഒരു പ്രീ സ്കൂൾ 3 to 5 or 3 to 6. ഓക്കെ, അപ്പൊ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു പുതിയ കാഴ്ചകൾ കാണുന്നു, അല്ലേ? സ്കൂളിലേക്ക് വരുമ്പോൾ പുതിയൊരു അറ്റ്മോസ്ഫിയർ, പുതിയ കുറെ ആളുകൾ, അവരുടെ പ്രായത്തിലുള്ള കുറെ ആളുകള്, പിന്നെ അമ്മയെ പോലെ തന്നെ ഒരാളവിടെ, അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് അവരായിട്ട് ലീഡ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയായിരിക്കും സ്കൂളിൽ അവരെ ചേർക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ? എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക് ഫസ്റ്റ്. പിന്നെ പോവാനുള്ള അമ്മയെ വിട്ട് നിൽക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവര് നല്ലോണം പ്രകടിപ്പിക്കും. ആൻസൈറ്റി, അല്ലെ? ഇച്ചിരിയും കൂടി വലിയതായി മെച്യൂർ ആയ രീതിയിൽ ഒരു പെരുമാറ്റം, പിന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി വരാൻ തുടങ്ങിയെന്നൊരു ബോധമുണ്ട്. സ്വന്തമായിട്ട് അവരുടെ സാധനങ്ങൾ, അവരുടെ ബോട്ടിൽ അവർക്ക് അവരുടെ ബാഗിനകത്ത് വെക്കണം, അതുപോലെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്ത് വെക്കണം, പുസ്തകങ്ങൾ സൂക്ഷിക്കണം, ഹോംവർക്ക് ചെയ്യണം. ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അവർ മനസ്സിലാക്കാൻ തുടങ്ങും. ഫുഡ് വേണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ. എന്തോ ലഞ്ച് അവർ പറയണ ലഞ്ച് ആയിരിക്കണം, സ്നാക്സ് അവർ പറയണ സ്നാക്സ് ആയിരിക്കണം. പിന്നെ കുറച്ച് കൂടുതൽ വെക്കണം ഫ്രണ്ട്സിന് കൊടുക്കാൻ, അല്ലേ? അതൊക്കെ ഉണ്ടാവണം. ചോയ്സസ് വരും. പക്ഷേ ഇപ്പൊ ലൈക്ക് ഒത്തിരി സ്കൂൾസ് ഞാൻ കണ്ടിട്ടുണ്ട്, സ്കൂളിൽ തന്നെ അവർക്ക് സ്നാക്സിനകത്ത് ഓരോരോ തീം കൊടുക്കും. റോ വെജിറ്റബിൾസ്, ട്രൈ കളർ, ഓറഞ്ച് കളർ വെജിറ്റബിൾസ്, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഇല്ലെങ്കിൽ സ്നാക്സ്. അങ്ങനെ സ്കൂളിലും കുറെ കാര്യങ്ങൾ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്നാക്സിന്റെ കാര്യത്തിലും. അതെ, നമുക്ക് നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും ആ ഒരു ചെറിയ ക്ലാസ്സിൽ ആദ്യമായിട്ട് അവര് LKG-യിലേക്കോ നഴ്സറിയിലൊക്കെ ഒക്കെ പോയ ആ ഒരു അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ അവർ ശരിക്കും അവര് വീടെന്നുള്ള അതിൽ നിന്നും അവരങ്ങ് പുറം ലോകത്തേക്ക് പോവുക, എക്സ്പ്ലോർ ചെയ്യുവാണ് അവര്, അല്ലേ? അപ്പൊ മെയിൻ ഇവന്റ് എക്സ്പ്ലോറേഷൻ. അതിന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നു, സ്കൂളിൽ നിന്ന് അവിടെ പോകുന്നു, സ്കൂളിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നു. അപ്പൊ ശരിക്കും അവരുടെ ലോകം അങ്ങോട്ട്
വലുതാകാൻ തുടങ്ങുവാണ്. അപ്പൊ എക്സ്പ്ലോറേഷൻ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യുക അല്ലെ. എല്ലാ മനുഷ്യരുടെയും ഒരു ടെൻഡൻസിയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ടെൻഡൻസിയിലെ ഒരു മെയിൻ ആണ്. അതുകൊണ്ടാണല്ലോ ആദിമ മനുഷ്യൻ അവര് ഒരു ഭാഗത്തിരുന്നില്ല, അവരിങ്ങനെ കാട് മുഴുവൻ നടന്ന് അവസാനം അവര് അങ്ങനത്തെ ആ ഒരു മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു ലെവലിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ്, എക്സ്പ്ലോറേഷൻ എന്നുള്ളൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കാട്ടില് മരത്തിന്റെ സ്കിന്നൊക്കെ ചുറ്റി നമ്മൾ ജീവിച്ചേനെ അല്ലെ. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടി അതൊക്കെ വേവിച്ചോ പുഴുങ്ങിയോ ഒക്കെ കഴിച്ച് ജീവിച്ചേനെ. പക്ഷെ ആ ഒരു എക്സ്പ്ലോറേഷൻ എന്നുള്ളൊരു ടെൻഡൻസി മനുഷ്യനുള്ളത് കൊണ്ടാണ് നമ്മൾ ഡെവലപ്പായി വരുന്നത്. ഈ ഒരു ഏജിലെ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. ഇതൊരു പർപ്പസ് ആണ് അവർ ഓരോന്നിനും. സ്കൂളിൽ പോയി അത് പഠിക്കുന്നു, ഇത് പഠിക്കുന്നു, ഇത് ചെയ്യുമ്പോൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് മിസ്സിന് ഇത് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മിസ്സിന് ഒരു പൂ കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിന് അത് കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ ഓരോ ഇതായിട്ടായിരിക്കും ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് ബാഗിൽ ഇത് വെക്കണം, ഈ സ്നാക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരിക്കും പോകും. ഈ ഒരു കറി വെക്കണം, അതെന്റെ ഫ്രണ്ടിന് ഇഷ്ടമാണ്, ഞാൻ അത് അവന് കൊടുത്തിട്ട് അവന്റെ ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഓരോരുത്തർ പോകുന്നത്. ഓക്കെ, 3 to 5 years നമ്മൾ പ്രീ സ്കൂളിന്റെ പറഞ്ഞു. ഒരു ഇനീഷ്യേറ്റീവ്, ഓരോന്നിനും ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. ശരിക്കും അങ്ങനെയുള്ള ഒരു അവസരം ഇല്ലെങ്കിൽ അവർക്ക് ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ ഒരു കുട്ടിക്ക് ഒരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങണം എന്നായിരുന്നു താല്പര്യം. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വളരെ അവരുടെ നാട്ടിലെ പേര് കേട്ട ഒരു CBSE സ്കൂളിൽ പോയി. കുറേ കാര്യങ്ങൾ, ആക്ടിവിറ്റീസും മെറ്റീരിയൽസും ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കാണിക്കണം എന്നുള്ള രീതിയിലാണ് അവർ ചെല്ലുന്നത്. ചെന്നപ്പോ കുട്ടികളെ PT പീരീഡ് പോലും പുറത്ത് കളിക്കാൻ വിടില്ല, എല്ലാരെയും ക്ലാസ് റൂമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അത് കണ്ടപ്പോ ഈ കുട്ടിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം കുട്ടികൾ കളിക്കണം, അവരുടെ ബോഡി ഇങ്ങനെ ആക്റ്റീവ് ആകണം അല്ലെ. എപ്പോഴും ഇങ്ങനെ ഒരേ പൊസിഷനിൽ ഇങ്ങനെ കസേരയിൽ ചുരുണ്ടുകൂടി ഇരിക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ പറഞ്ഞു ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമ്മൾ പറഞ്ഞു അവരുടെ ക്ലാസ് അവേഴ്സിന് ഇൻ ബിറ്റ്വീൻ അവർക്ക് ഫിസിക്കൽ എക്സസൈസസ് പ്രൊവൈഡ് ചെയ്യണം പറഞ്ഞിരുന്നു. എല്ലാ സ്കൂളുകളിലും അത് നിർബന്ധമാണ് ശരിക്കും. ആ സ്കൂളിൽ അത് ചെയ്യാത്തതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് കുട്ടികൾ കളിക്കുമ്പോൾ വീഴും, അപ്പൊ എന്തെങ്കിലും മുറിവ് പറ്റും, പാരന്റ്സ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷെ അത് ഒരു മീറ്റിംഗ് വെച്ച് പാരന്റ്സിന് അതൊരു അവയർനെസ് കൊടുക്കേണ്ടതായിരുന്നു. ഒരു പാരന്റ് ആയിരിക്കാം പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു മീറ്റിംഗ് വെച്ച് പാരന്റ്സ് എല്ലാരും വരുമ്പോൾ പാരന്റ്സ് എല്ലാരും അതിനെപ്പറ്റി നല്ല ബോധമുള്ളവർ എന്തായാലും സംസാരിക്കും. കുട്ടികൾക്ക് അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണമെന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ മാനേജ്മെന്റ് HM ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു അവര് പറയുന്ന ആ ഒരു പോർഷൻ മാത്രം പഠിപ്പിച്ചാൽ മതി തോറും. ഇതിനൊട്ടും അതങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. പക്ഷെ എന്നിട്ട് കൊണ്ടുപോയിട്ട് ഈ സ്റ്റോറി ടെല്ലിങ്ങിന് നിറയെ മാസ്കും ഒക്കെ ആയിട്ടാവും ചെന്നത്. അത് എന്നിട്ട് ബാക്കിയുള്ള സ്റ്റാഫ് കാണാതെ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുത്തു. ഭയങ്കര സന്തോഷമായി കുട്ടികൾ എല്ലാ ദിവസവും അത് ചെയ്യാനായിട്ട്. അവർക്ക് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടും മടുത്തതേയില്ല എന്ന് പറയുക. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് താല്പര്യം കുട്ടികൾക്ക് ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ. അല്ലാതെ വരുമ്പോ എന്ത് പറ്റും, ഒട്ടും ആക്റ്റീവ് ആവില്ല. അവരിങ്ങനെ അവരുടെ ബ്രെയിൻ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അവരുടെ ഈവൻ ഫിസിക്കൽ ആയിട്ടുള്ള യാതൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ വരുമ്പോൾ ഇവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പ്രായമാണത്. അപ്പൊ അതൊന്നും പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആകാതിരിക്കും. അവരൊരുമാതിരി ലേസി, അങ്ങനത്തെ ഒരു എനർജി ഇല്ലാത്ത പോലെ ക്ലാസ് റൂമിൽ ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഈ കുട്ടിയോട് അവിടുത്തെ മാനേജ്മെന്റ് അവിടെ തന്നെ ജോയിൻ ആയിക്കോളും, പേയ്മെന്റ് തരാം, സാലറീഡ് ആയിട്ട് അവിടെ ജോയിൻ ആവുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം നല്ല പേയൊക്കെ ആയിരുന്നു, പക്ഷെ അതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു സ്കൂൾ ഏജ് ഒരു 6 to 11 years അടുത്തത് അതാണ്. അപ്പൊ എക്സ്പ്ലോറേഷൻ എന്നുള്ളത് കുട്ടികൾക്ക് എല്ലാ മനുഷ്യരിലുള്ള ടെൻഡൻസിയാണ്. അതുണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യം ഇനീഷ്യേറ്റീവ് ആയിട്ട് ലീഡർഷിപ്പ് ലീഡ് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഇല്ലാത്ത കുട്ടികൾ ഒരിടത്ത് ഒതുങ്ങി പോകും. അവർക്കൊരു ഗിൽറ്റി ഫീൽ, ഒരു ഇതായിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്താൽ തെറ്റിപ്പോവോ, ഞാൻ ചെയ്താൽ ശരിയാവോ, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിലേക്ക് പോകും. അടുത്തത് 6 വയസ്സ് തുടങ്ങി 11 വയസ്സ് വരെയുള്ള കുട്ടികൾ. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, നമ്മൾ ആ പ്രായത്തിലുള്ള മക്കളൊക്കെ നമുക്ക് ഉണ്ടാവും, സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ, ആ ഒരു പ്രായം.
നാലാമത്തെ സൈക്കോ സോഷ്യൽ സ്റ്റേജ് ആയിട്ട് എറിക്സൺ പറഞ്ഞതാണ് ഒരു 6 വയസ്സ് തുടങ്ങിയിട്ട് ആ ഒരു 11 വയസ്സ് വരെയുള്ള പ്രായം. ഈ സമയത്ത് കൂടുതലായിട്ട് എന്താ നടക്കുക? ബോഡി ചേഞ്ചസ്, ശാരീരികമായി. സ്കൂളുമായിട്ട് കുറച്ചുകൂടെ കണക്റ്റഡ് ആവില്ലേ? ഫ്രണ്ട്സ്, ടീച്ചർമാരോട് ഭയങ്കര അടുപ്പം, സോഷ്യൽ റിലേഷൻസ് ഉണ്ടാവും. അല്ലെ, കുറെ കൂടെ ഒരു സോഷ്യലൈസ് ചെയ്യാൻ തോന്നുന്നു. അവരുടെ ഒരു ഏജിലുള്ള ഗ്രൂപ്പുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ, ഈവൻ ദോ ഫാമിലിയുടെ ഒരു യൂണിറ്റ് ആണെങ്കിലും അവർക്ക് ഔട്ട്സൈഡ് ഒരു റിലേഷൻ എന്നുള്ള രീതിയിൽ ഒക്കെ വരും. അല്ലെ, ഈ ഒരു ഗ്രൂപ്പുമായിട്ട് വലിയ ചേട്ടന്മാരെയൊക്കെ ഭയങ്കര ആരാധനയോട് കൂടിയൊക്കെ നോക്കുന്ന ഒരു സമയമൊക്കെ വരും. ഇത് തന്നെ അടുത്ത സ്റ്റേജിലും ഈ സോഷ്യൽ റിലേഷൻഷിപ്സ് കുറെ കൂടെ കണക്റ്റഡ് ആകും. എന്നുവെച്ചാൽ അഡോളസൻസ് ആയിട്ട് വരികയാണ്. അപ്പൊ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷനും. അപ്പൊ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് സ്കൂൾ ഏജ്, 6 to 11 years. അയാളുടെ അടുത്ത് തന്നെ എനിക്ക് ഇരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ആഗ്രഹവും ഒക്കെ ഉള്ളത് കുറച്ചുകൂടി ഒരു ഭയങ്കര സ്മാർട്ട് ആവും. എന്നുവെച്ചാല് ഈ ഒരു ടൈമിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുന്നൊരു ടൈമാണ്. മറ്റേത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കുഞ്ഞു പ്രായത്തിലായിരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് അവരുടെ ഇമ്മ്യൂണിറ്റി കൂടും, അവർ സ്പോർട്സിലൊക്കെ താല്പര്യം തോന്നും, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ വളരെയധികം താല്പര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു ടൈം. ബോഡിയിലെ മാറ്റം ശ്രദ്ധിക്കുക. മെയിൽ ഫീമെയിൽ എന്നുള്ള ഡിഫറൻസ് ഒക്കെ അവർക്ക് മനസ്സിലാവും. ശബ്ദത്തിൽ ചിലപ്പോ ചെറിയ മാറ്റങ്ങളൊക്കെ ഒരു 11 years ഒക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോ വ്യത്യാസങ്ങളൊക്കെ വരാം. ഒരു നാലാമത്തെ സ്റ്റേജ് ആണ്, 4th സ്റ്റേജ്. ഒരു 6 to 11 years ആ ഒരു സമയത്ത് സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കും. ഒരു അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം, ഒരു പ്രൗഡ് ഫീൽ ഒക്കെ തോന്നും. അവരുടെ സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം അതൊക്കെ തോന്നും. നമ്മൾ അപ്രൈസൽസ് കൊടുക്കുമ്പോൾ ഒന്ന് അവരെ കൊള്ളാലോ, വെരി ഗുഡ്, വെൽ ഡൺ എന്നൊക്കെ പറയുമ്പോൾ അവന് ഞാൻ കേപ്പബിൾ ആണ്, ആ ഒരു ഫീലൊക്കെ വരും. പിന്നെ പുതിയ പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് അവരുടെ അക്കാദമിക്കും നോൺ അക്കാദമിക്കും അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ കൂടുതൽ മാറി മറിയുന്നതൊക്കെ ആയിട്ട് കാണാം. അവരെ എൻകറേജ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പാരന്റ്സും ടീച്ചേഴ്സും ആണ്. ഇവരുടെ സൈഡിൽ നിന്ന് നല്ലൊരു എൻകറേജ്മെന്റ് കിട്ടുമ്പോൾ കുട്ടിക്ക് അവന്റെ കഴിവിൽ വിശ്വാസം ഉണ്ടാവും, ആ ഒരു ബിലീഫ്, അവൻ കൂടുതൽ ഇൻഡസ്ട്രിയസ്, കൂടുതൽ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം പാരന്റ്സിന്റെ അടുത്തുനിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് കാര്യമായ എൻകറേജ്മെന്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് സംശയമായിരിക്കും, അപ്പൊ ഞാൻ ചെയ്തത് ശരിയായില്ല. ദേ വിൽ ഡൗട്ട് ദെയർ ഓൺ എബിലിറ്റീസ്. അവർക്ക് സംശയം. സോ എന്റെ ഇപ്പൊ ചില പാരന്റ്സ് അതാണ് വലിയ കാര്യം, ദാറ്റ് ടൈപ്പ് ഓഫ് ഡയലോഗ് പറയില്ലേ, ഓടി വന്നൊരു സർട്ടിഫിക്കറ്റ് കാണിക്കും, ഞാൻ ഇന്ന കാര്യത്തില് എനിക്ക് പ്രൈസ് കിട്ടി, ഇതാണോ വലിയ കാര്യം, ഇതിലൊന്നും കാര്യമില്ല, അങ്ങനെ പറയുന്നത് ചില പാരന്റ്സ് ഉണ്ടല്ലേ. ചില ടീച്ചേഴ്സും ചിലപ്പോ ബൈ മിസ്റ്റേക്ക് ചിലപ്പോ ഒരു കുട്ടിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ തന്നെയും അത് അവനെ ബാധിക്കും. ഇപ്പൊ മറ്റുള്ളവരെ അവന്റെ മുന്നിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇവനൊരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴും അവന്റെ ആ ഒരു എബിലിറ്റിയില് ഡൗട്ട് തോന്നും. അപ്പൊ പിന്നെ അവൻ അങ്ങ് പുറകിലേക്ക് പോകും, പിന്നെ അവൻ ട്രൈ ചെയ്യാതെ വരും. അതേസമയം ഇപ്പൊ 3rd കിട്ടിയ കുട്ടിയെ നമ്മൾ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുക. സോ അവന് ആ ഒരു ഫീല് ഓടാനാണ്, അതായത് ഒരു കോമ്പറ്റീഷൻ നടത്തി 3rd കിട്ടിയവനെയും നമ്മൾ നല്ല പോലെ അപ്രീഷിയേറ്റ് ചെയ്യും. മീൻസ് അവനപ്പോ കൂടുതൽ ഇൻഡസ്ട്രിയസ് ആവുക, ഇൻട്രസ്റ്റ് ആവുക, കൂടുതൽ കാര്യങ്ങൾ ഇനി ചെയ്യാനായിട്ട്, നെക്സ്റ്റ് ടൈം ഐ വിൽ മേക്ക് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വരും. ഈ ഒരു ബാലൻസ്, ശരിക്കും ആ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. കുട്ടികൾക്കുള്ള ഒരു ബിലീഫ്, അവരുടെ എബിലിറ്റീസിലുള്ള ബിലീഫ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളുടെ ഒരു ശ്രദ്ധ അവിടെ വേണ്ടതാണ്. അവർക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വർക്കുകൾ അവര് അങ്ങനെയാകുമ്പോൾ ഫേസ് ചെയ്ത് അവരത് സോൾവ് ചെയ്യാനായിട്ട്, പ്രോബ്ലം സോൾവിങ്, ആ ഒരു കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു ടൈമാണ്. നെക്സ്റ്റ് അഡോളസൻസ്, ഭയങ്കര പീക്ക് 12 to 18 years, ആ ഒരു ടീനേജ് ടൈം. അമ്മമാർക്ക് 18 വയസ്സ് കഴിഞ്ഞ് സമാധാനമായി ഒരു വകതിരിവായി എന്നൊക്കെ അമ്മമാര് ചിലപ്പോ പറയണേക്കാം. കാരണം ആ 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെയുള്ള സമയത്ത്
ടെൻഷൻ പിടിച്ച് നെട്ടോട്ട് ഓടുന്നത് മിക്കവാറും അമ്മമാരായിരിക്കും. അപ്പൊ സോഷ്യൽ ഒരു ഡൗട്ട് 6 to 11 ഇയേഴ്സിൽ ഒരു ബാലൻസ് വരും എന്ന് പറഞ്ഞു മാം. എന്തിലാണ് ബാലൻസ് അങ്ങനെ ക്ലിയർ ആയില്ല. 6 to 11 ഇയേഴ്സ് അതായത് നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രിയസ് കുട്ടി കൂടുതൽ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് ഈ പാരന്റ്സും ടീച്ചേഴ്സും ആണ് ഇവരുടെ ചുറ്റുമുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ്സ് പോലെ ഇവര് ഈ ഒരു ടൈമിൽ കുട്ടിയുടെ എന്തെങ്കിലും കപ്പാസിറ്റി നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യും. അതേസമയം നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് ഗിൽറ്റി ഫീൽ വരുന്നവർ. അപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു വീട്ടിൽ ഇപ്പോ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ടിൻസ് ആകാം, അല്ലെങ്കിൽ അല്ലാതെ 2 സിബ്ലിങ്സ് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. 2 പേരുടെ പൊട്ടൻഷ്യൽ എന്തായാലും വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ ഇവരെ 2 പേരുടെയും എബിലിറ്റിയിൽ അവർക്കൊരു സ്ട്രോങ് ബിലീഫ് ഉണ്ടാക്കി നമ്മൾ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ സക്സസ്ഫുള്ളി അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു ബാലൻസ് ഈ ഒരു സ്റ്റേജിൽ അവർക്ക് അവരുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കി അവരെ മുന്നോട്ട് പോകാൻ. ഒരു കുട്ടി ചിലപ്പോൾ ആർട്സ് ആയിരിക്കും, ഒരു കുട്ടി ചിലപ്പോൾ സയൻസ് ആയിരിക്കും, മാത്സ്, അങ്ങനെ എന്തെങ്കിലും ഏരിയയിലായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി ഇവരെ ആ രീതിയിൽ കോമ്പീറ്റ് ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റണം. തമ്മിൽ കമ്പയർ ചെയ്യാതെ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഇനിയിപ്പം 2 കുട്ടികളും തമ്മിൽ എന്തെങ്കിലും നമ്മളൊരു കമ്പാരിസൺ നടത്തിയെന്ന് വിചാരിച്ചു. നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു കുട്ടിക്ക് മറ്റേ കുട്ടിയോട് ഭയങ്കര ഒരു പക പോലെ വരും. ഇവരുടെ ഇമോഷൻസിനെയും ഇവരുടെ കേപ്പബിലിറ്റീസിനെയും അങ്ങനെ വരുന്ന എല്ലാത്തിനെയും നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മോളും മോനും തമ്മിൽ 4 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാ, എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവാ. ഡാൻസ്, വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റേജ് പെർഫോമൻസ്, സ്കൂൾ സെക്കൻഡ്, പഠിക്കേണ്ട സമയം വരുമ്പോ ഇങ്ങനെ ഭയങ്കര പഠിത്തം. പക്ഷെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനിങ്ങനെ ആക്റ്റീവ് അല്ല. ഒരു സ്പോർട്സിൽ എല്ലാത്തിനും പങ്കെടുക്കും. പിന്നെ ആർട്സ് പ്രോഗ്രാം ഒക്കെ വരുമ്പോഴേക്കും എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓരോന്നിന് ചേർക്കും. ടീച്ചറും ഇനീഷ്യേറ്റ് എടുക്കുന്നത് കുട്ടിയല്ല, ടീച്ചറും ഞാനുമാണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത്. അപ്പൊ ഒരു ടീച്ചർ ഞാൻ നമുക്ക് ഓപ്പൺ ഹൗസിന് പോകുമ്പോൾ നമ്മൾ ഈ ഓരോ ടീച്ചർമാരെ ഓരോ സബ്ജക്റ്റിന് ഇങ്ങനെ കാണില്ലേ. ഒരു ടീച്ചർ മോളെ പഠിപ്പിച്ച ടീച്ചർ തന്നെയാട്ടോ. ഇങ്ങനെ അവളുടെ അനിയനാണിങ്ങനെ പറഞ്ഞപ്പോ, അയ്യോ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, പ്രണവ് എന്ത് മിടിക്കുക, ഇവൻ എന്താ ഇങ്ങനെ എന്ന് ഇവനോട്, അവളുടെ പേര് പ്രണവീനാണ്, ഇവനോട് നേരിട്ട് ചോദിക്കുക, എന്നോടല്ല പറയുന്നത്. അപ്പൊ ടീച്ചറോട് അവന് വലിയ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കാരണം വലിയ പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ പക്ഷെ ഒരു സൈഡിൽ കൂടെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു. ലൈക്ക് അതാണ്. അപ്പൊ അവർക്ക് അവരുടെ കേപ്പബിലിറ്റീസിൽ ഒരു വിശ്വാസം വരാനായിട്ട് നമുക്ക് സക്സസ്ഫുള്ളി ആ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു ടീച്ചറെ സംബന്ധിച്ച് 20 കുട്ടികളാകാം, ഒരു അമ്മയെ സംബന്ധിച്ച് ചിലപ്പോൾ 2 or 3 കുട്ടികളാകാം. അപ്പൊ അതിന് പാരന്റ്സും ടീച്ചേഴ്സിനും അത് സക്സസ്ഫുൾ ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു ബിലീഫ് ഉണ്ടാവുള്ളൂ. അവരുടെ എബിലിറ്റീസ് ഇനി ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ അവരെ താഴ്ത്തി എന്ന് വിചാരിച്ചു, നമ്മൾ അധികം ഇത്രയാണോ, ഇത് ആർക്ക് വേണേലും ചെയ്യാം, ദാറ്റ് ടൈപ്പ് ഓഫ് കമന്റ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റുമോ. അവർക്ക് സെൽഫ് ബിലീഫ് ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ വിചാരിക്കുന്നു. കാര്യം ചോദിച്ചോട്ടെ. എന്റെ മോക്ക് 11 വയസ്സുണ്ട്. അവള് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടുന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ നമ്മളെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് അത് പെരുമാറുന്നത്. കൂട്ടുകാരെ കിട്ടി അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒക്കെ എടുത്ത് ഇപ്പൊ നാത്തൂന്റെ വീട്ടിലോട്ട് പോവാണെങ്കിൽ നാത്തൂന്റെ ഇളയ മോക്ക് 9ലാ പഠിക്കുന്നേ. ആ കൊച്ചാണെങ്കിൽ ഇവളെ വിളിച്ചുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് മെൻസസ് വരുന്ന ഈ സംഭവങ്ങൾ കാണിക്കുക, പിന്നെ സെക്സ് സൈറ്റുകൾ പറഞ്ഞു കൊടുക്കുക. അവള് എന്റെ കൊച്ചു പഠിക്കുന്നത് ഇപ്പൊ 5ാം ക്ലാസ്സിലാ, ഈ കൊച്ചു 9ാം ക്ലാസ്സിലാ. അപ്പൊ ഞാനൊരു ദിവസം ഇപ്പൊ ഇവള് എന്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ചേച്ചി പറഞ്ഞു തരുന്നത്. ഇതുമായിട്ട് കൂടുതൽ അടുക്കരുതെന്ന് പറഞ്ഞാൽ പോലും ഇവള് അവിടോട്ട് ചെല്ലണമെന്നുള്ള ഇൻട്രസ്റ്റാ കൂടുതൽ. അതുപോലുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മളിപ്പോ നാത്തൂനോട് ഇത് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ പുള്ളിക്കാരി നമ്മളെ ഇതാക്കും. മനസ്സിലായി? അതിപ്പോ അവരുടെ മോള് നല്ലതെന്നുള്ള രീതിയിലല്ലേ അവര് സംസാരിക്കത്തുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക, എത്ര വട്ടം പറഞ്ഞു കൊടുത്താലും
പിന്നെയും പിന്നെ ഇവിടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവര് തമ്മിൽ മാത്രമാണ്. മൂത്തൊരു കൊച്ചുണ്ട്, അത് 10-25 വയസ്സുണ്ട്, പക്ഷെ അവളുമായിട്ട് ഈ എന്റെ മോക്ക് വലിയ അടുപ്പമില്ല. ഇതുമായിട്ടാണ് ഇത് ഇങ്ങനെ ആമ്പിള്ളാരുടെ കാര്യങ്ങളും ഓരോരോ ഇല്ലാത്ത കഥകളും കാര്യങ്ങളും എല്ലാം പഠിക്കാനും ഒരു വക അറിയത്തില്ല അതിന്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇവർക്ക് അതുകൊണ്ട് അങ്ങോട്ട് പോകണം, അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിളിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മളെ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഒരുമാതിരി ദേഷ്യപ്പെടുന്ന രീതിയിലാണ് എന്റെ മോൾ എന്നോട് പെരുമാറുന്നത്. ഓക്കെ, റീന അവിടെ നിൽക്കട്ടെ. റീന മോൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഞാൻ എല്ലാ കാര്യങ്ങളും അല്ല, നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പം എന്നോട് ചോദിക്കും, അമ്മ എന്റെ ക്ലാസ്സിൽ പല പിള്ളേർക്കും പീരീഡ്സ് ഒക്കെ ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള. അപ്പൊ അതിനു മുമ്പേ ഈ മറ്റേ കൊച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് കൊണ്ട് ഇവൾക്ക് കഥകൾ മൊത്തം അറിയാം. ഇപ്പൊ വന്നിട്ട് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നാലും ഈ സെക്സിന്റെ സംഭവങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സൈറ്റ് സഹിതമൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തോ പറയാനാ. റീന ആ മോളോട് ചോദിക്കൂ, എന്തുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? നമ്മുടെ ഈ 11 വയസ്സുള്ള മോളില് ക്യൂരിയോസിറ്റി കൂടുതൽ. അതെ. 15 വയസ്സുള്ള മറ്റേ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷന്റെ ഭണ്ഡാരമാണ്, ഇതെനിക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണം. അതാണ് അവൾക്കത് പറയുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് അവൾ അവളുടെ അനിയത്തിയെ കൂട്ടുപിടിച്ചത്. ഓക്കെ, കാരണം അവളുടെ ആ പ്രായത്തിലുള്ള കുട്ടികൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവള് ഈ കൊച്ചുമോളോട് പറയുന്നത് 11 വയസ്സിൽ. പക്ഷെ നമ്മള് റീന പറഞ്ഞു പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മേ ബി എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ അവൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അമ്മ തന്നതിനേക്കാളും ചേച്ചി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അവിടെ ഒരു പോസിറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചേച്ചി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്യാതെ റീനയുടെ അടുത്ത് അത് വന്ന് പറയുന്നുണ്ട്. അത് കാരണം ഞാൻ അത് കേട്ടിട്ട് ഞാൻ അവളെ വഴക്ക് പറയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മറ്റേതിനോടാണേലും നമ്മള് ഒരു വട്ടം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. കൂട്ടുകാരോട് പറഞ്ഞു, അവനവന്റെ പ്രായക്കാരോട് പറഞ്ഞു, ഇത് അത്രയും വയസ്സിനുള്ളതല്ലേ, അപ്പൊ അത് എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുമ്പോ പേടി കാരണം ഞാൻ പറഞ്ഞു കൊടുക്കും, അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുമ്പോ പിന്നെയും ആ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഇവളെ കണ്ടു കഴിയുമ്പോൾ പുതിയ പുതിയ കഥകളാ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ മുറിയിലോട്ട് ഇവളോട് പറയുന്നതാ, മാമിയും മാമനും കൂടെ റൂമിലോട്ട് പോകും, എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുന്നത്, ഇങ്ങനത്തെയുള്ള കഥകളൊക്കെ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ മോളോട്. ഇനി അവിടെ പോകുമ്പോ ഇവര് രണ്ടുപേരും മാത്രമാകുന്ന ഒരു സ്പേസ് ഉണ്ടാക്കാതിരിക്കും. അത് പക്ഷെ എന്റെ കൊച്ചിനോട് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അവിടെ ബുദ്ധിപരമായിട്ട് കളിക്കണം. അവര് ഇടയ്ക്ക് നമ്മൾ കയറണം. നമ്മൾ അവിടോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒരുമാതിരി മോന്തയൊക്കെ കാണാം. അമ്മ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല. നിങ്ങളുടെ വിശേഷങ്ങൾ ഞാനൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞ് നമ്മളത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്യണം. ഇതൊക്കെയാണോ വഴിയില്ലാത്തത്? ഇതിനൊക്കെയാണോ നമ്മളവിടെ കയറി ഇരിക്കണം? രണ്ടുപേരും രണ്ട് സൈഡിലിരുന്നോ, പറഞ്ഞോളാൻ പറയണം. എന്തായാലും മോളില് നല്ല പോസിറ്റീവ് ഉണ്ട്. ലൈക്ക് മറ്റേ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമല്ല, അവളുടെ ആ ഒരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ്. അവളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും അറിഞ്ഞ് കേൾക്കുന്ന പല കാര്യങ്ങളുമാണ്. അപ്പൊ ക്യൂരിയോസിറ്റി ആ കുട്ടിക്ക് കൂടുതലാണ്. അപ്പൊ പലതും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് ഇവരുടെ അമ്മയാണെങ്കിൽ മോളെ ശ്രദ്ധിക്കത്തില്ല. പുള്ളിക്കാരിക്ക് ഒരു ഷോപ്പുണ്ട്, ആ പുള്ളിക്കാരി ഷോപ്പിൽ അങ്ങ് പോകും. കൊച്ചുങ്ങൾക്ക് 2 പേർക്കും 2 ലാപ്ടോപ്പും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരുടെ സംശയങ്ങളെല്ലാം ആ ലാപ്ടോപ്പിലൂടെ അവർക്ക് കൊച്ചിന് അറിയാൻ പറ്റും. അതാണ് ഇവളും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മുറി അടച്ചിട്ടിട്ട് നമ്മള് വെളിയിൽ കിടന്ന് തട്ടുകയും മുട്ടുകയും ചെയ്താലും രണ്ടും കൂടെ മുറി അടച്ചിട്ട് ഞാൻ എന്തിനാ ഈ പകലൊക്കെ മുറി അടച്ചിട്ടിട്ട് ഇതിനകത്തിൽ ഇരിക്കേണ്ട കാര്യം എന്തോ, വെളിയിലോട്ട് ഇറങ്ങിയിരുന്ന് കളിക്കുക കൊടുക്കുകയോ ചെയ്യും. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ എങ്ങോട്ടേലും ഒന്ന് മാറുന്ന തക്ക നോക്കി ആ സെക്കൻഡില് കേറുക. ഒരു 25 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ? ഉണ്ട്. പിന്നെ ആളോടൊന്നും സംസാരിക്കാത്ത എന്താ? ഞാൻ അതിനോട് പറഞ്ഞായിരുന്നു, ഒരു വട്ടം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു, മാമി ഞാൻ എന്തേലും പറയുമ്പോ പിന്നെ അവള് എന്നിട്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ കൊച്ചിനൊരു റിലേഷൻ ഉണ്ട്, മൂത്തതിന് ഈ കൊച്ചിന്റെ റിലേഷൻ. അപ്പൊ അത് എന്നോട് ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ പറയുവാണേ. അത് കുഴപ്പമില്ല. അപ്പൊ മൊത്തത്തിൽ അങ്ങനെയുള്ളത്. ഇപ്പൊ ഇന്നലെ എന്റെ അടുത്ത് എന്റെ കൊച്ചു ചോദിക്കും, അപ്പം അമ്മ ചേച്ചിയാണെങ്കിൽ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് റിലേഷൻ ഉള്ള കാര്യങ്ങൾ പറയാതിരുന്നിട്ട് ഇപ്പം ചെന്നിട്ട് അവന്റെ അമ്മയോട് പറഞ്ഞു. അമ്മയാണെങ്കിൽ എന്നോട് എന്തുവായിരിക്കും ഞാൻ പറയാതിരിക്കുവാണെങ്കിൽ, അതായത് എനിക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് പറയാതിരിക്കുവാണെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ തുടക്കമേ ഞങ്ങളോട് കാര്യം പറയണം.
അല്ലാതെ നീ ഇത്രയും വർഷം ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് കാര്യം ആകുമ്പോഴല്ല പറയേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനൊക്കെയുള്ള സംശയങ്ങളായി ഈ 11 വയസ്സുകാരിക്ക്. എന്തോ ചെയ്യാന്? ഹസ്ബൻഡിന്റെ ചേച്ചിയാണോ? അതെ അതെ. അവിടെ റീനയുടെ സ്പേസ് ഇച്ചിരി കുറവല്ലേ സംസാരിക്കാൻ? അതെ, നമുക്ക് പുള്ളിക്കാരിയോട് എന്നാ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് നമുക്ക് അവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ആ രീതിക്ക് എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. ഇതങ്ങനല്ല. ഇത് നമ്മളെന്തേലും പറയാൻ പോയ പിന്നെ നമ്മളെ കുറ്റമാക്കുന്നുള്ള രീതിയിലായിരിക്കും അവരെന്തേലും പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കാനേ പോവാറില്ല. കാര്യമില്ല പറഞ്ഞു. നമ്മളൊന്ന് സംസാരിച്ചാലോ? പക്ഷെ റീനയ്ക്ക് റീനയുടെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ. അതെ, ഹസ്ബൻഡ് സിസ്റ്ററോട് സംസാരിക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ് ആയിരിക്കും. ഇത് അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്റെ ഹസ്ബൻഡിനോട് അളിയനുമായിട്ടില്ല. ഇല്ല, അവരങ്ങനെയുള്ള ഒരു കാര്യങ്ങള്, ഇവരെല്ലാരും ഒരു വേറൊരു രീതിയിലുള്ള കാര്യങ്ങള് നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നീ ഇതറിഞ്ഞിട്ട് എന്താ എന്നോട് ഇത്ര നാളായിട്ടും പറയാത്തെ എന്ന് ഹസ്ബൻഡ് നാളെ ചോദിച്ചാൽ റീന എന്ത് ചെയ്യും? ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ പറയാ, ആ പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെയാന്ന്. അത് അതിനപ്പുറം ഒരാളാ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെയാന്ന്. ഓക്കെ, എനിവേ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കുക നമ്മുടെ കുട്ടിക്ക് പറയാൻ. പക്ഷെ മറ്റേ കുട്ടികളും നമ്മുടെ തന്നെയാണ്, ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ മക്കളാണല്ലോ. അവിടെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരുപക്ഷെ ആദ്യം പറയുമ്പോൾ അവര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് അവരെന്തായാലും റീനയെ മതിക്കും. ചിലപ്പം അവർ നിങ്ങൾക്ക് ഇത് എന്ത് കാര്യം എന്നൊക്കെ ആദ്യം ചോദിക്കുമായിരിക്കും. പക്ഷെ പിന്നീട് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, ആദ്യം അവര് നമ്മളെ തള്ളിപ്പറയും, പിന്നെ അവര് നമ്മളെ നമസ്കരിക്കും. കാരണം നമ്മൾ ഇടപെടേണ്ട സ്ഥലത്ത് നമ്മുടെ കുട്ടികളാണ്, നമ്മളത് ഇടപെടുക തന്നെ വേണം. ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കും, എന്നിട്ട് കൊച്ചിനോട് ചോദിക്കും മാമി അടുത്തുണ്ടോന്ന്. അപ്പൊ സ്പീക്കറിൽ ഞാൻ ഇടും. അപ്പൊ ഞാൻ പറയാം അവളുടെ അടുത്ത് ഇല്ലെന്ന് പറയണം. അപ്പൊ അവള് പറയും ഇല്ല ചേച്ചി പറഞ്ഞോന്ന് പറയാം. അപ്പൊ പറയാ ഇവിടെ അതേ പ്രായത്തിലുള്ള ഒരു പയ്യൻ അവരുടെ വീടിന്റെ അടുത്തുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നേ. അപ്പൊ പറയാ എടി നിന്റെ നമ്പർ ചോദിച്ചു, അവന് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല, ഞാനൊന്ന് നമ്പര് കൊടുക്കട്ടെ എന്ന്. പിന്നെ എന്തിനാ നമ്മള് കുഞ്ഞിനെ അങ്ങോട്ട് വിടുന്നേ? നമ്മള് വിടാതിരുന്നാ പോരെ? പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കുമല്ലോ, ഇതിനെയും കൊണ്ട് അല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള കാര്യങ്ങളായി വീട്ടിൽ വന്നു കഴിയുമ്പോ ഇത് പറയും. നമ്മൾ മാക്സിമം പോവാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്നാലും ഏതെങ്കിലും ഒരു അവസരത്തിൽ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതാ, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പോവാണെങ്കിൽ ഞാൻ ചെയ്യാനുള്ള ഒറ്റയ്ക്ക് നിർത്തത്തും ഇല്ല അവിടെ. മോളെ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ ഇതിലെ ഏറ്റവും ബെറ്റർ. വേറെ വഴിയൊന്നുമില്ല. ഇതിനെ പറഞ്ഞ നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കിയാൽ ഇത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ ഇതിന്റെ രീതികൾ മാറും. അതല്ലേ, അത് വേറൊരു അഡൽട്ടിനോടൊരു അട്രാക്ഷൻ കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിലുണ്ടാവും, അവരുടെ പീർ ഗ്രൂപ്പിനോടും. പിന്നെ ചില തോട്ട്സും ഇമോഷൻസും ഒക്കെ ചേഞ്ച് ആകുന്ന ടൈമും കൂടിയാണല്ലോ അഡോളസൻസിലേക്ക് എത്തുമ്പോഴേക്കും. എന്തായാലും റീനയുടെ നല്ലൊരു സപ്പോർട്ട് നമ്മുടെ മോൾക്ക് വേണം. പിന്നെ മറ്റേ കുട്ടിയുടെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ചിലപ്പോൾ 10th ഒക്കെ ആകുമ്പോഴേക്കും മാറുമായിരിക്കും. ആ ഒരു ട്രാൻസിഷൻ സംഭവിക്കാറുണ്ട് 9th നിന്ന് 10th എത്തുമ്പോൾ. പിന്നെ പറയാൻ പറ്റുന്ന ഇടങ്ങളിൽ പറയുക തന്നെ വേണം. ഹസ്ബൻഡിനെ ശരിക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞിട്ടില്ല. റിക്സന്റെ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ റിക്സനും പിന്നെ വിൻഡോസ്കിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. വിൻഡോസ്കിനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് നമുക്ക് ആ ഒരു അവരുടെ അനാലിസിസ് നമുക്കൊന്ന് മനസ്സിലാകും. എന്തുകൊണ്ട് മറിയാം മോണ്ടിസോറി ഇവരുടെ അനാലിസിസ് നല്ലപോലെ സ്റ്റഡി ചെയ്തു, റിസർച്ച് ചെയ്തു. പാർട്ട് 3 എത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവിടെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെത്തേഡും തിയറിയും എല്ലാം വരുന്നുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസും. അപ്പൊ കറക്റ്റ് മേ ബി ആ ഒരു ടൈമിലേക്ക് എത്തുമ്പോഴേക്കും റീനയിലും ഒരു ട്രാൻസിഷൻ, റീനയിൽ മാത്രമല്ല നമ്മളിൽ എല്ലാവരിലും ഒരു ട്രാൻസിഷൻ സംഭവിക്കും. നമുക്ക് മനസ്സിലാവും എങ്ങനെ കുട്ടികളെ ഡീൽ ചെയ്യണം ഏത് ഏജ് ആയാലും. എനിവേ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ? മാം ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ ആ പോർഷനിൽ ഉണ്ടല്ലോ യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ ഇത് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല മാം. ഉറക്കത്തിന് എണീറ്റാണോ? അല്ല മാം, കൈ ഇതിന്റെ ഇടയ്ക്ക് പോയി, ഡെസ്കിന്റെ ഇടയ്ക്ക്. അത് ഞാൻ തിരിഞ്ഞ സമയത്ത് ഒപ്പിച്ചത്, അതാ കരയുന്നത്. എടുത്തിട്ടുണ്ടാവുമല്ലോ.
ആ കരച്ചില്ല മാം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അതിന്റെ എഴുതി വെച്ചു. ഞാൻ മാം എടുത്ത 3 യൂണിറ്റ്സും ആ പോർഷനിലെ ടേം എക്സാമിന് കാണും. ഇപ്പം നെക്സ്റ്റ് മന്ത് ടേം എക്സാം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ടേം എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കംപ്ലീറ്റ് ഉണ്ടാവും. ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. Okay then, bye. Have a nice day. എക്സാമിനേഷൻ എടുക്കായിരുന്നു കേട്ടോ. നന്ദി പറയുന്നു. ആ. ആരെങ്കിലും ഒന്ന് സൈൻ ഔട്ട് പറയണ്ടെന്ന് നോക്കി വെയിറ്റ് ചെയ്തിരുന്നതാണ്. അതാ പറഞ്ഞ. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത മിസ്സിന് നമുക്ക് പുറത്തുനിന്നുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒന്നും അറിയാൻ പറ്റണില്ല. അപ്പൊ അതൊക്കെ മിസ് പറയുമ്പോ നമുക്ക് അറിയുമ്പോ വലിയ ഉപകാരമാണ് ഈ ഓരോ കാര്യങ്ങൾ. അതനുസരിച്ച് നമുക്ക് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് നല്ലോണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ. അതനുസരിച്ച് നമ്മളിപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് പോണേ. നമ്മുടെ വീട്ടിലെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണേന്ന് ഓരോ കാര്യങ്ങള്. ശരി, താങ്ക് യു മിസ്. ഓക്കെ, കേട്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ.